സ്നേഹഹർഷം ഭാഗം 63. ഹാദിയുമൊത്ത് ഗാർഡനിൽ നിൽക്കുമ്പോഴാണ് സ്നേഹയുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ വീൽചെയർ ചെടികൾക്ക് മുന്നിലായി ഒതുക്കി വെച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് നടന്നു. ഹലോ ആനിയമ്മേ, അവൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ വിളിച്ചു. മോളെ, നിനക്ക് സുഖാണോ? വേവലാതിയോടെയാണ് ചോദ്യം. ആ അമ്മേ, സുഖാണ്. അമ്മ എന്ത് ചെയ്യാ? എന്താ കഴിച്ചത്? ഞാനിവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ മോളെ? എന്തേലും ഇത്തിരി വെച്ചുണ്ടാക്കും, തോന്നിയാ കഴിക്കും. നീയുണ്ടായിരുന്നപ്പോ എന്തേലുമൊക്കെ ഉണ്ടാക്കാൻ വല്ലാത്ത ഉത്സാഹമായിരുന്നു. ഇപ്പോ പിന്നെ... അപ്പുറത്ത് നിന്ന് ഇടറിയ സ്വരമാണ് പുറത്തേക്ക് വന്നത്. അത് കേട്ടപ്പോൾ അവൾക്ക് എന്തുകൊണ്ടോ വല്ലാത്ത കുറ്റബോധം തോന്നി. അവിടുന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 2 മാസമാവുന്നു. ആദ്യം കല്യാണം, അത് കഴിഞ്ഞപ്പോൾ മാഷിന്റെ വീട്ടിലേക്ക്, പിന്നെ ഇപ്പോൾ ഇവിടെ. ഒറ്റയ്ക്കായി പോയപ്പോഴൊക്കെ ചേർത്ത് പിടിച്ച കൈകളാണ്. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മറ്റൊരു ജന്മം. ഒരു കണക്കിന് ട്രീസാമ്മച്ചി പറഞ്ഞത് സത്യമാണെന്ന് തോന്നിപ്പോന്നു. ആരുമില്ലെന്ന് പറഞ്ഞ് താൻ നെഞ്ചുപൊട്ടി കരഞ്ഞപ്പോഴൊക്കെയും ആരെയൊക്കെയോ തന്നിട്ടുണ്ട് താങ്ങായി, തലോടലായി, തന്നെ നെഞ്ചോട് ചേർക്കാനായി. ഇപ്പൊ തന്നെ എന്നെ ഓർത്ത് നീറുന്ന എത്ര അമ്മമാരാണ് ചുറ്റിനുള്ളത്. ഇതും ഒരു തരത്തിലൊരു ഭാഗ്യമല്ലേ? അതെ, ഇതൊന്നും ഒരു ശാപമല്ല, ഭാഗ്യമാണ്. അങ്ങനെ തന്നെ ചിന്തിക്കാനാണ് ഇപ്പോ എനിക്കും ഇഷ്ടം. എന്റെ ആനിക്കൊച്ചേ, എന്താ ഇത്? ഞാൻ നാളെ രാവിലെ അവിടെ ഉണ്ടാവും. എനിക്ക് നല്ല ഇലയട വേണം. ബാക്കിയൊക്കെ ആനിക്കൊച്ചിന്റെ ഇഷ്ടത്തിന് തന്നെ ഉണ്ടാക്കിക്കോ. സത്യാണോ മോളെ? നാളെ നീ ഇങ്ങോട്ട് വരുവോ? അവിടെ എല്ലാം ശരിയായോ? അവർ അത്യധികം ആഹ്ലാദത്തോടെ ചോദിച്ചു. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാണോ? ഞാൻ നാളെ രാവിലെ അവിടെ എത്തും. ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയായി വരുന്നു. അപ്പൊ ശരി അമ്മേ, നാളെ കാണാം. ബായ്. അവൾ ചിരിയോടെ ഫോൺ കട്ട് ചെയ്ത് ഹാദി ഇരിക്കുന്നിടത്തേക്ക് നോക്കി. മുന്നിൽ ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂക്കളുടെ ഭംഗി ആസ്വദിക്കുകയാണ്. ഒപ്പം കൈനീട്ടി അതിലൊന്ന് പറിക്കാൻ ശ്രമിക്കുന്നു. ശ്രമിക്കട്ടെ. ശരീരഭാഗങ്ങൾ ഓരോന്നായി അനക്കാൻ സ്വയം ശ്രമിക്കാതെ ഒന്നും നടക്കില്ല. അവൾ അത് നോക്കി നിന്നു. അവർ മുന്നോട്ടാഞ്ഞ് പൂവിറുക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. വീൽചെയർ മുന്നോട്ട് മറിഞ്ഞു പോയതാണോ, അവർ മുന്നോട്ടായാൻ ശ്രമിച്ചപ്പോൾ ബാലൻസ് പോയതാണോ എന്നറിയില്ല. അവർ മുന്നിലേക്ക് വീൽചെയറോട് കൂടി തന്നെ മറിയുന്നത് കണ്ട സ്നേഹ ഒരു നിലവിളിയോടെ അവർക്കടുത്തേക്ക് ഓടിച്ചെന്നു. അവൾ വേഗം വന്ന് അവരെ നേരെ ഇരുത്തി. അപ്പോഴും അവരുടെ കാതുകളിൽ ആ വിളി മുഴങ്ങിക്കേട്ടു. ആദ്യമായി തന്റെ മകളുടെ വായിൽ നിന്ന് ഉമ്മ എന്ന് വിളിച്ചു കേട്ടതിന്റെ സന്തോഷം. ലോകം കീഴടക്കിയ പോലെയാണ് അവർക്ക് തോന്നിയത്. ഹൃദയം അതിവേഗം മിടിച്ചു. തന്റെ മകൾ, അവൾ തന്നെ ഉമ്മ എന്ന് വിളിച്ചിരിക്കുന്നു. സംസാരിക്കാൻ തുടങ്ങിയ കുഞ്ഞ് ആദ്യമായി അമ്മയെ വിളിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ 1000 ഇരട്ടി വലുതായിരുന്നു അവരുടെ അപ്പോഴത്തെ സന്തോഷം. അവർ തന്റെ മകളുടെ കൈകളിൽ അമർത്തി പിടിച്ചു. കണ്ണീരിനിടയിലും സ്നേഹത്തോടെ, അലിവോടെ, വാത്സല്യത്തോടെ അവരവളെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ അവർക്കടുത്തായി നിലത്ത് മുട്ടുകുത്തിയിരുന്നു. അവർ തന്റെ മകളുടെ മുഖം 2 കൈകളിലും കോരിയെടുത്ത് അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്തു. ഉമ്മയുടെ ആദ്യ ചുംബനച്ചൂടിനൊപ്പം അവരുടെ കണ്ണീരിന്റെ നനവും അവളുടെ നെറുകയിൽ പതിഞ്ഞിരുന്നു. എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സ്നേഹ ബാഗുമായി സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നത് പൊട്ടിയൊഴുകുന്ന കണ്ണുകളോടെ ഹാദിയെ നോക്കിയിരുന്നു. ഇന്നലെയാണ് അവൾ ആദ്യമായി ഉമ്മ എന്നൊന്ന് വിളിച്ചത്. ആ ആനന്ദത്തിന്റെ അലകൾ അടങ്ങും മുന്നേ വീണ്ടും തന്നെ സങ്കടത്തിന്റെ കൊടുമുടിയിൽ കൊണ്ടു നിർത്തി അവൾ പോവുകയാണ്. ആലോചിക്കും തോറും അവരുടെ മിഴികൾ അനിയന്ത്രിതമായി ഒഴുകി. തന്റെ സങ്കടങ്ങളുടെ ദ്വീപിൽ അല്ലേലും താൻ എന്നും തനിച്ചാണല്ലോ. ഇടയ്ക്കിടെ ഇതുപോലെ ഒരു മരുപ്പച്ച തന്നെ മോഹിപ്പിക്കും.
പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ അകലേക്ക് മറയുകയും ചെയ്യും. അത് തൻ്റെ വിധിയാണ്, തൻ്റെ മാത്രം വിധി. വിങ്ങുന്ന ഹൃദയവും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി തന്നെ നോക്കിയിരിക്കുന്ന ഹാദിയക്കരികിലേക്ക് വന്ന സ്നേഹ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആശ്വസിപ്പിക്കാൻ എന്ന പോലെ അവൾ അവരുടെ മുതുകിൽ തലോടിക്കൊണ്ടിരുന്നു. എന്നാൽ ആ ആശ്വസിപ്പിക്കൽ അവരുടെ സങ്കടത്തിന്റെ തീവ്രത കൂട്ടി. അവർ അവളുടെ കൈകളിൽ അള്ളിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. അവളുടെ ഹൃദയവും ഒന്ന് വിറച്ചു. പക്ഷെ അവളത് മറച്ചു പിടിച്ച് അവരോട് പറഞ്ഞു, ഉമ്മ, ഞാൻ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വരും, വിഷമിക്കണ്ടാട്ടോ. ഇപ്പൊ പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. സ്നേഹതീരത്തിലൊന്ന് പോണം. എല്ലാം ട്രീസമ്മച്ചിയും മാഷും കൂടി നോക്കുമെങ്കിലും ഞാൻ ചെന്നിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആനിയമ്മയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം. അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ. എനിക്ക് ആരും ഇല്ലാതിരുന്ന കാലത്തും എന്നെ ചേർത്ത് പിടിച്ച കൈകളാണ്. ഞാൻ തലചായ്ച്ച മടിത്തട്ടാണ്. ഇത്രയും ദിവസം ഒറ്റയ്ക്കാക്കിയത് തന്നെ തെറ്റ്. ഞാൻ തിരികെ വരും. അപ്പോഴേക്ക് എണീറ്റ് നടക്കണം കേട്ടോ. ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. ഞാൻ വരും. ഇനി വന്നാ പിന്നെ ഒറ്റയ്ക്കാക്കില്ല കേട്ടോ. അവളുടെ വാക്കുകളിൽ ഒരേ സമയം വേദനയും ആശ്വസിപ്പിക്കലും നിറഞ്ഞിരുന്നു. അവളുടെ ആ വാക്കുകൾ അവർക്ക് നൽകിയ ആശ്വാസം തെല്ലൊന്നുമല്ല. അവൾ അവരുടെ കണ്ണുനീർ തുടച്ചുകൊടുത്ത് കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. പോയിട്ട് വരാം കേട്ടോ. ബാക്കി ആരോടും അവൾക്ക് യാത്ര പറയാൻ തോന്നിയില്ല. അവൾ പറഞ്ഞുമില്ല. പാച്ചു ബാഗ് എടുത്ത് കാറിൽ കൊണ്ടുവച്ചു. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. സിറ്റൗട്ടിലേക്ക് വന്ന ഉമ്മയെ കൈവീശി കാണിച്ചിട്ട് അവളും അകത്തേക്ക് കയറി. കാർ ഗേറ്റ് കടന്നു പോകുമ്പോൾ ഹാദിയ നിയന്ത്രിക്കാനാകാതെ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. ഹൈദർ സഹോദരിയുടെ തലയിൽ തഴുകി അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി വന്ന് ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ഹർഷിന്റെ 10 മിസ്ഡ് കോൾ. ഇങ്ങനെ വിളിക്കണമെങ്കിൽ എന്തോ അത്യാവശ്യമാണല്ലോ എന്നോർത്ത് തിരികെ വിളിച്ചുകൊണ്ട് അവൾ ഹാളിലേക്ക് വന്നു. അമ്മേ, ഞാൻ ഫ്രഷ് ആയിട്ടോ, നമുക്ക് കഴിക്കാം. കൂട്ടത്തിൽ അവൾ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ആ മോളെ, എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്, നീ വായോ. ആനിയമ്മ വിളിച്ചു പറഞ്ഞു. ദേ വരുന്നു, ഒരു 2 മിനിറ്റ്. അവൾ ഫോണിലേക്ക് നോക്കി. അപ്പുറത്ത് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഇനി ഇത്ര നേരം എന്നെ വിളിച്ചിട്ട് ഞാൻ എടുക്കാത്തതിന്റെ ദേഷ്യത്തിലാകുമോ എന്നവൾ ഒരു വേള ചിന്തിച്ചു. ആ ചിന്ത തീരും മുന്നേ തന്നെ അപ്പുറത്ത് കോൾ കണക്റ്റ് ആയിരുന്നു. എന്റെ പെണ്ണെ, എത്ര നേരമായിട്ട് വിളിക്കുന്നു, നീ ഇത് എവിടായിരുന്നു? ഹർഷിന്റെ സ്വരത്തിൽ ഇത്ര നേരം കാത്തിരുന്നതിന്റെ അസഹിഷ്ണുത നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ രാവിലെ ഇങ്ങ് വീട്ടിലേക്ക് വന്നു. കാറിൽ കയറിയപ്പോൾ ഫോണ് ബാഗിനുള്ളിൽ വെച്ചു. പിന്നീട് കോൾ വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തേ മാഷേ, അത്യാവശ്യമല്ലതും? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ആ, നീ ഇങ്ങ് വന്നായിരുന്നോ? ആനിയമ്മ എന്തോ പറയുന്നു? പിന്നൊരു കാര്യമുണ്ട്, അത് പറയാനാ രാവിലെ വിളിച്ചത്. അപ്പച്ചി നിത്യം വന്നിട്ടുണ്ട്. നിന്നെ അപ്പച്ചിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ മാഷേ പെട്ടെന്ന്, എന്തേലും പ്രോബ്ലം ഉണ്ടോ? ഹേയ്, അങ്ങനൊന്നും ഇല്ല പെണ്ണേ. നിന്നെ എനിക്കിങ്ങോട്ട് കൂട്ടണ്ടേ, അതിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചാ മതി. പിന്നെ ഒഫീഷ്യൽ പെണ്ണ് കാണൽ വേണേൽ നമുക്ക് വേറെ നടത്താം, അവൻ ചിരിയോടെ പറഞ്ഞു. അപ്പൊ എങ്ങനാ, എവിടെ വെച്ചാ കാണേണ്ടത്? ഇങ്ങോട്ട് വരുമോ, സ്നേഹതീരത്തിലാണോ അതോ പുറത്തെവിടെയെങ്കിലും ആണോ? സ്നേഹ സംശയത്തോടെ ചോദിച്ചു. നീ ഇപ്പൊ ഒരു യാത്ര കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. വീണ്ടും യാത്ര ചെയ്യണ്ട. അപ്പച്ചിയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം. ശരി, ഓക്കെടി, ഇനി നേരിട്ട് കാണാം, ബൈ. അവൾ തലയാട്ടിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു. സ്നേഹയെ വീട്ടിലാക്കി തിരികെ വന്ന പാച്ചു നേരെ പോയത് ഹാദിയയുടെ റൂമിലേക്കാണ്. അവന്റെ മുഖം പ്രകാശമാനമായിരുന്നു. തന്റെ മകളുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം പോലും തനിക്കില്ലാതെ പോയ വേദനയിൽ
ഹാദിയ വീണ്ടും വീണ്ടും മകളെ ഓർത്ത് കണ്ണീരൊഴുക്കി കിടക്കുമ്പോഴാണ് പാച്ചു കയറി വന്നത്. മുഖം നിറഞ്ഞ ചിരിയോടെ അകത്തേക്ക് വന്ന അവൻ കൈ പിന്നിൽ ഒളിപ്പിച്ചിരുന്നു. ആച്ചി, ആച്ചിക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്റെ വകയല്ല, വേറൊരാൾ വാങ്ങി തന്നതാ. വേറെ ആരെനിക്ക് സമ്മാനമൊക്കെ വാങ്ങി തരാനാടാ? ഇനി മോളാണോ? അവർ സംശയത്തോടെ ചോദിച്ചു. ആഹാ, കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ടങ് ടങ്. അവൻ കയ്യിലിരുന്ന ഗിഫ്റ്റ് ബോക്സ് അവർക്ക് നേരെ നീട്ടി. അവർ അത്ഭുതത്തോടെ, അതിലേറെ ആഹ്ലാദത്തോടെ അത് കയ്യിലേക്ക് വാങ്ങി. അവൻ തന്നെ അത് അഴിച്ച് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു അത്. അവരത് കയ്യിൽ വെച്ച് അന്തം വിട്ട് പാച്ചുവിനെ നോക്കി. നോക്കണ്ട, മോള് വാങ്ങി തന്നത് തന്നെയാ, വിത്ത് സിം. അവൾക്ക് അവളുടെ ഉമ്മയെ വിളിക്കണമെന്ന് അവൻ ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് അവരുടെ മനസ്സ് നിറഞ്ഞു. ഹൃദയത്തിന്റെ സന്തോഷം മുഖത്തേക്ക് ഒരു പുഞ്ചിരിയായി വിടർന്നു. അവർ ആ ഫോൺ നെഞ്ചോട് ചേർത്തു. എനിക്കറിയായിരുന്നു ആച്ചി, അവൾക്ക് ആച്ചിയുടെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്ന്. ആച്ചിയുടെ എന്നല്ല, ആരുടെയും സങ്കടം അവൾക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ സ്നേഹമില്ലെന്നും ആർക്ക് എന്തായാലും ഒരു കുഴപ്പമില്ലെന്നുള്ളതൊക്കെ അവളുടെ അഭിനയമല്ലേ. പറയാൻ മാത്രമേ അവൾക്ക് പറ്റൂ. കാര്യത്തോടെടുക്കുമ്പോൾ അവൾക്ക് ഒന്നിന്നും മുഖം തിരിച്ച് നിൽക്കാനാവില്ല. അവരുടെ മുഖത്തിപ്പോൾ ഒരു പൂനിലാവ് വിടർന്നിരുന്നു. തന്റെ മകൾക്ക് തന്നോട് സ്നേഹമുണ്ട് എന്ന ചിന്ത തന്നെ അവർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം നൽകി. ഫോൺ സെറ്റ് ചെയ്ത് സിമ്മും ഇട്ട ശേഷം അവൻ സ്നേഹയുടെ നമ്പർ ഡയൽ ചെയ്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. മറുപുറത്ത് റിങ് ചെയ്യുന്നത് വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവർ കേട്ടിരുന്നു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.